ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടയിലെ ഒരു സോപ്പ് പെട്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ ഈ രീതിയിലുള്ള ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ ഇത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഇതിലൊരു ഹോളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹോളൊന്ന് ചിരട്ടപ്പൊടിയും ഫ്ലക്സേക്കും ഇട്ടിട്ട് തന്നെയാണ് നമ്മളിത് മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കുന്നത്. അതൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് പേപ്പർ ഇട്ട് എടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ ഒക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണ്ട ഭാഗങ്ങളും മൊത്തത്തിൽ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഗ്രൈൻഡർ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ച രീതിയിൽ അതുപോലെ കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നതിന് പകരമായിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് താഴെ വെള്ളമൊക്കെ ഒന്ന് പുറമേക്ക് പോകാനുള്ള ഒരു ഹോള് നമ്മൾ കട്ട് ചെയ്ത് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ നമ്മൾ അതിൽ കട്ട് ചെയ്തെടുക്കണുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൊത്തത്തിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് മിൻസപ്പ് എടുത്തെടുക്കുകയാണ്, പേപ്പർ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രൈൻഡർ വെച്ചിട്ട് ഉൾഭാഗങ്ങൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണുണ്ട്. ആ ഹോളിട്ട ഭാഗങ്ങൾ ഒന്ന് കത്തി വെച്ചിട്ട് അതൊന്ന് വലുതാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മിനുസപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഏകദേശം ഈ രീതിയിൽ നമുക്കത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള 2 ഭാഗങ്ങൾ ഈ ചിരട്ടയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ 2 പീസായി കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി എല്ലാം ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നേരെ വെച്ചിട്ട് ചെരിവൊന്നും വരാത്ത രീതിയിൽ നോക്കി ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഇത്തരം ക്രാഫ്റ്റ് വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കുകയും കൂടി ചെയ്യുക. ഏകദേശം കറക്റ്റ് ലെവലൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫ്ലക്സേക്കും ചിരട്ടപ്പൊടിയും ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗവും കറക്റ്റായി ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളത് പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ബലപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പേപ്പറൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ട് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ സ്ലീക്കും അതിലേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഗ്യാപ്പിലും അതിൻ്റെ പൊടിയൊക്കെ ഇട്ട് കറക്റ്റ് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് പേപ്പർ ഇട്ടെടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഗ്രൈൻഡർ വെച്ച് ചെയ്താലും മതി, നമ്മളിത് കൈ വെച്ചിട്ട് പേപ്പർ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനേറെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കറക്റ്റാവുന്ന രീതിയിൽ. ഏകദേശം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു കൂട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ എല്ലാവരോടും ബൈ പറയുന്നു.